കാസർഗോഡ് തന്നെയുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസംഗം ഞാനിപ്പോൾ യൂട്യൂബിൽ കാണുകയായിരുന്നു. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഇസ്ലാമിക ചര്യ നിർവഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് മതം പറയാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഈ തരത്തിൽ മത ഐഡന്റിറ്റി മുൻനിർത്തി വോട്ട് പിടിക്കുന്നതിനെ ഒരു തൂവല കൊണ്ട് പോലും തലോടാൻ പാടില്ല. അപ്പോൾ കുഴപ്പമാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇതിന് കാരണം അത്രയും ശക്തമായ അതിന് പ്രതിഫലനം എന്ന് പറഞ്ഞാൽ അപ്പുറത്തുണ്ടാകുന്നു. അപ്പുറത്തെ ഹിന്ദു മേഖലകളെല്ലാം BJP ജയിക്കുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നുള്ളത് കേരളം മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെല്ലാം BJPക്കും മുസ്ലിങ്ങളെല്ലാം ലീഗിനും വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അത് കമ്മ്യൂണൽ വോട്ടിംഗ് ആണ്. ആ തരത്തിലുള്ള വോട്ടിംഗ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂ ആണ്. സജി ചെറിയാന്റെ പ്രസ്താവന എങ്ങനെ കാണും? ഈ സജി ചെറിയാന്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ കാര്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചത്, പക്ഷെ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ല, വളരെ ശക്തമായ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ട് എന്നാണ്. സത്യമാണ്. അത് കേരളത്തിൽ കമ്മ്യൂണൽ ഡിവിഷൻ ശക്തമായി വരികയാണ്, മത ധ്രുവീകരണം ശക്തമായി വരികയാണ്. അതിന് അദ്ദേഹം ഉദാഹരിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ്. രതീഷിനത് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും കാസർഗോഡ് മുനിസിപ്പാലിറ്റി. നമുക്കിപ്പോൾ കാര്യങ്കോട് പുഴയ്ക്ക് അപ്പുറത്തുള്ള പ്രദേശത്തെ സാമുദായിക ധ്രുവീകരണം ഒരുപക്ഷെ ഭാവിയിൽ എന്ത് കേരളത്തിൽ സംഭവിക്കും എന്നതിന്റെ ഒരു സൂചനയോ അപായ സൂചനയോ ആയി കാണാവുന്നതാണ്. ഇപ്പൊ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്താൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെല്ലാം മുസ്ലിങ്ങളും മുസ്ലിം ലീഗും, ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം BJPയും ജയിക്കുന്നു. നോക്കൂ, നമുക്ക് കേരളത്തിൽ മുസ്ലിം സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ലീഗും ഹിന്ദു സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ഹിന്ദുക്കളും ജയിച്ചാൽ പിന്നെ ഇവിടുത്തെ ജനാധിപത്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. അതാത് മനുഷ്യർ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യുക, ആ മതത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാവും. പക്ഷേ ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഏത് മതത്തിൽപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മതപരമായ ഐഡന്റിറ്റി മാത്രം വോട്ടിനൊരു ഘടകമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാലുഷ്യമുണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി വ്യത്യസ്തമാണ്. അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചും പറഞ്ഞു. മലപ്പുറത്തെ സ്ഥിതി നമുക്ക് കാസർഗോഡിന്റെ സ്ഥിതിയുമായി അതുപോലെ തുലനം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ മലപ്പുറത്ത് ശക്തമായ കൺസോളിഡേഷൻ ഉണ്ടായി. ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കൃത്യമായി അവിടെ മതപരമായ ചേരിതിരിവ് BJPക്കും ലീഗിനും വോട്ടുകൾ അല്ലെങ്കിൽ ആളുകൾ BJP ലീഗ് എന്നുള്ള നിലയിൽ പകക്കപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള മതനിരപേക്ഷമായ രാഷ്ട്രീയം അവിടെ ഉയരാതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കാസർഗോഡ് തന്നെ നടന്ന ഒരു മുദ്രാവാക്യത്തെ ലീഗിന് തള്ളി പറയേണ്ടി വന്നതാണ്. മനസ്സിലാക്കുന്നതനുസരിച്ച് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലും അത് പറയാം. അത് ശരിയാണ്. അഭിലാഷ് പറഞ്ഞ പോയിന്റ് അവിടെ ശരിയാണ്. സാമുദായിക സംഘർഷങ്ങൾ അതിന്റെ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണൽ ഡിവിഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരിടത്ത് സംഘാടനം നടക്കുമ്പോൾ അതിന് മറുവശത്ത് മറു സംഘാടനവും നടക്കുമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. കൺസോൾട്ടേഷൻ ഉണ്ടായാൽ അതിനൊരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതിന്റെ ക്ലാസിക്കായ ഉദാഹരണമാണ് കാസർഗോഡ്. അത് കേരളം മുഴുവൻ വ്യാപിച്ചാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യം.